അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നോമ്പൊക്കെ റാഹത്തെന്ന് കരുതുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. നാം എല്ലാവരും മരണപ്പെട്ടത് മുതൽ ഖിയാമത്ത് നാൾ വരെ തനിച്ച് വസിക്കേണ്ട ഇരുളടഞ്ഞ ഒരു ഭവനമാണ് ഖബർ എന്നത്. ഖബറിൽ അള്ളാഹു നമ്മെ ഒറ്റപ്പെടുത്താതിരിക്കാനുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ലോകാവസാനം വരെ ആ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടുന്ന അവസ്ഥ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ആരാരും തുണയില്ലാതെ കൂരാക്കൂരിരുട്ടിൽ നമ്മൾ ഒറ്റക്ക് വസിക്കണം. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രം നമുക്ക് കൂടെ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഈ പറയുന്ന ദിക്റിനെ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ഖബറിൽ ഒരു കൂട്ടുകാരനെ ലഭിക്കുന്നതാണ്. ഖബറിൽ നമ്മൾ തനിച്ചാവാതിരിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനെ ലഭിക്കാൻ നമ്മൾ ചെല്ലേണ്ട മഹത്തായ ഒരു ദിക്റിനെ കുറിച്ച് നമുക്ക് പറയാം. നല്ല നിയ്യത്തോടുകൂടി ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം, അതായത് ജുമുഅ ദിവസം, നല്ല നിയ്യത്തോടുകൂടി ആ ദിവസം 100 തവണ പതിവാക്കി വന്നാൽ അല്ലാഹു തആല ആ മനുഷ്യൻ മരണപ്പെട്ടത് മുതൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആ മനുഷ്യനെ ഖബറിൽ തനിച്ചാക്കുകയില്ല. അവൻ്റെ ആ ഖബറിൽ അല്ലാഹു തആല അവന് ഒരു കൂട്ടുകാരനെ നൽകുകയും ചെയ്യുന്നതാണ്. അല്ലാഹുവിൻ്റെ ശ്രേഷ്ഠമായ അസ്മാഉൽ ഹുസ്നയിലെ നാമമായ യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഇസ്മിനെ എല്ലാ വെള്ളിയാഴ്ചയും 100 തവണ പതിവാക്കി ചൊല്ലുക. ഈ ഒരു ഇസ്മിനെ എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുന്നവർക്ക് അവരുടെ ഖബറിൽ അല്ലാഹു തആല ഒരു കൂട്ടുകാരനെ നൽകുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ. എനിക്ക് മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ നിങ്ങളുമായി ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ആമീൻ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.